ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട്സ് കേക്ക് റൗണ്ടാണ്. അപ്പോൾ അതിലേക്ക് ചോക്ലേറ്റ് സ്ട്രോബെറി കേക്കാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. 3/4 കപ്പ് മൈദ, അതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. ഇതൊന്ന് സീവ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണ് കോഫി പൗഡർ, ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് സീവ് ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ടയാണ് ചേർക്കുന്നത്. ഒരു പിഞ്ച് സോൾട്ട് ഇതിനകത്തിടുന്നുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. ഇനി അതിലേക്ക് നമ്മൾ കാസ്റ്റർ ഷുഗറാണ് ചേർക്കുന്നത്. 3/4 കപ്പ് കാസ്റ്റർ ഷുഗർ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ഓയിലാണ് ചേർക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അരിച്ച് വെച്ചേക്കുന്ന ഈ ഫ്ലോറ് നമുക്കിതിലേക്ക് കുറേശ്ശായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കാൽ കപ്പ് പാലെടുത്തിട്ടുണ്ട്. ചൂടാക്കാനായിട്ട് വെക്കാം. ഇതിലേക്ക് ഒരു 25 ഗ്രാംസ് അല്ല 30 ഗ്രാംസോളം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഈ ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ലൈൻ ചെയ്ത് വെച്ചേക്കുന്ന ബേക്കിംഗ് ടിന്നിലേക്ക് ഈ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് കളയാനായിട്ട് ഇതുപോലെ സ്ക്വയർ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തട്ടിയിട്ട് നമുക്ക് ഓവനിലേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അര കപ്പ് ഫ്രഷ് ക്രീമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 കപ്പ് കാസ്റ്റർ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കുവാണ്. ഇത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ബട്ടറും കൂടി ആഡ് ചെയ്യുവാണ്. ഫില്ലിങ്ങിനായിട്ട് നമുക്ക് സ്ട്രോബെറി ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് 1/4 കപ്പ് പഞ്ചസാര ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സ്ട്രോബെറിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യുകയാണ്. ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒരു പീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. കേക്ക് വെറ്റ് ചെയ്യാനുള്ള മിൽക്കാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇതിനകത്തേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ നമ്മൾ ചേർക്കുവാണ്. സ്ട്രോബെറി ആണോ? സ്ട്രോബെറി ചോക്ലേറ്റ് കേക്ക് വിത്ത് സ്ട്രോബെറി ഫില്ലിംഗ്.
പിന്നെ ഒരു കുനാഫ ചോക്ലേറ്റ് മിക്സും കൂടെ അതിൻ്റെ ഇടയിൽ. കുനാഫ ഇതിലുണ്ടോ? മതിയായില്ല കുനാഫ അല്ലേ ഫസ്റ്റ് റൗണ്ട് കഴിച്ചിട്ടും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് ടൈം എത്ര കൊടുത്തിരിക്കുന്നത്? ടൈം 30 മിനിറ്റ് കൊടുത്തത്. ടെമ്പറേച്ചർ ഇതിനൊക്കെ വർക്ക് ചെയ്തല്ലേ, അപ്പോൾ അത് കാരണം അറിയാമായിരിക്കുമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ അറിയാം. കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഇനി അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. കുറച്ച് ചോക്ലേറ്റ് നമുക്ക് ക്രീമിലോട്ട് ബോർഡിലോട്ട് വെച്ച് കൊടുക്കാം. കുറച്ചൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്തിട്ടെടുക്കാം. നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് സ്ട്രോബെറിയുടെ ഫില്ലിങ് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ചോക്ലേറ്റ് വിത്ത് സ്ട്രോബെറി അല്ലേ? ചോക്ലേറ്റ് വിത്ത് സ്ട്രോബെറി കോമ്പിനേഷൻ. അത് അകത്ത് ഫില്ലിംഗ് ആയിട്ട് ഇറ്റ്സ് ഓക്കെ അല്ലേ? പക്ഷേ ഒരു കോമ്പറ്റീഷൻ ഇത് വളരെ സിമ്പിളായി പോയില്ലെന്ന് തോന്നുന്നുണ്ടോ? ആണ് അല്ലേ? തോന്നുന്നു. സമയം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ പിന്നെ ഓക്കെ ഒരു ഈസി വേയിൽ അല്ലേ കാര്യങ്ങൾ നടത്താൻ വെച്ചു. നോ കോംപ്ലിക്കേഷൻസ്. ഓക്കെ, നമ്മൾ ബട്ടറിൽ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുനാഫയാണ്. അത് നമുക്കൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് സൈഡിൽ വെച്ച് കൊടുക്കാം. നമ്മുടെ സ്ട്രോബെറി ചോക്ലേറ്റ് കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു സിമ്പിൾ ഡെക്കറേഷനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ റെഡിയാണ്. ഇനിയിപ്പോൾ ജഡ്ജസിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്.